ലൈംഗികാരോപണം നേരിടുന്ന രാഹുൽ മാങ്കൂട്ടത്തിലിനെ ക്രൈംബ്രാഞ്ച് ചോദ്യം ചെയ്തേക്കും. ഇന്നലെ രജിസ്റ്റർ ചെയ്ത കേസിൽ ഡിജിറ്റൽ തെളിവുകൾ ഉൾപ്പെടെ ശേഖരിക്കാനുള്ള ശ്രമത്തിലാണ് അന്വേഷണ സംഘം. ഇതിന്റെ ഭാഗമായി രാഹുലിന്റെ ഫോൺ രേഖകൾ ഉൾപ്പെടെയുള്ള ഡിജിറ്റൽ തെളിവുകൾ പരിശോധിക്കും. ആവശ്യമെന്ന് കണ്ടാൽ രാഹുലിനെതിരെ കൂടുതൽ വകുപ്പുകൾ ചുമത്താനും നീക്കമുണ്ട്. അമൽ തേരമ്പറമ്പിൽ വിശദവിവരങ്ങളുമായി ചേരുന്നുണ്ട്. അമൽ, ഈ ക്രൈംബ്രാഞ്ചിന്റെ ചോദ്യം ചെയ്യലോടുകൂടി ഇനി കാര്യങ്ങൾ എങ്ങനെയായിരിക്കും മുന്നോട്ട് പോവുക? ഇത്രയും ദിവസമായി ഈ MLA-യുടെ യാതൊരു അഡ്രസ്സുമില്ല, പുറത്തേക്ക് ഇറങ്ങുന്നില്ല, മാധ്യമങ്ങളെ കാണുന്നില്ല. കാണുമെന്ന് പ്രതീക്ഷിച്ച ദിവസങ്ങളിൽ പോലും യാതൊരു പ്രതികരണവും ഈ MLA-യിൽ നിന്നുണ്ടായിട്ടില്ല. ഇനി എന്തായിരിക്കും ഉണ്ടാവുക? എന്തായാലും ക്രൈംബ്രാഞ്ച് രജിസ്റ്റർ ചെയ്ത കേസുമായി അതിൻ്റെ നടപടികളുമായി മുന്നോട്ട് പോവുകയാണ്. വേണ്ടി വന്നാൽ കൂടുതൽ വകുപ്പുകൾ ചുമത്തും എന്നുള്ളതാണ് പോലീസ് ഇപ്പോൾ പറയുന്നത്. നിലവിൽ പെൺകുട്ടികളെ ശല്യം ചെയ്തതുമായി ബന്ധപ്പെട്ട്, യുവതികളെ ശല്യം ചെയ്തതുമായി ബന്ധപ്പെട്ട് ചുമത്തിയിരിക്കുന്ന വകുപ്പുകളൊക്കെയാണ് ഉള്ളത്. എന്നാൽ മറ്റ് ഗർഭചിത്രമടക്കമുള്ള വിഷയത്തിലെ ഗുരുതര ആരോപണങ്ങൾ രാഹുൽ നേരിടുന്നുണ്ട്. ആ വിഷയത്തിൽ പുറത്തു വന്ന ഓഡിയോ സന്ദേശത്തിൻ്റെ ഉറവിടം എവിടെ എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യമായി ഇപ്പോഴും നിലനിൽക്കുകയാണ്. ആ വിഷയത്തിലടക്കം പരാതിക്കാരുണ്ടോ എന്ന് കണ്ടെത്താനുള്ള ഒരു ശ്രമം പോലീസിൻ്റെ ഭാഗത്തു നിന്നും നടക്കുന്നുണ്ട്. അങ്ങനെ പരാതി ഉണ്ട് എങ്കിൽ കേസെടുക്കും എന്നുള്ള കാര്യം മുഖ്യമന്ത്രി പറഞ്ഞതാണ്. ആ വിധത്തിലുള്ള പോലീസിന്റെ അന്വേഷണം ഇപ്പോഴും പുരോഗമിക്കുന്നുണ്ട്. നിലവിൽ എന്തായാലും രജിസ്റ്റർ ചെയ്ത കേസുമായി ബന്ധപ്പെട്ട് ഡിജിറ്റൽ എവിഡൻസ് അടക്കം ശേഖരിച്ച് മുന്നോട്ട് പോകാനുള്ള ഒരു തീരുമാനമാണ് ഇപ്പോൾ എടുത്തിരിക്കുന്നത്. രാഹുൽ ഈ ആരോപണം ഉന്നയിച്ചവരുടെ മൊഴി എടുക്കുമല്ലോ അമലി, അങ്ങനെ മൊഴി എടുക്കുന്ന സമയത്ത് ഈ ആരോപണം ഉന്നയിച്ചവർ ശക്തമായി തന്നെ നിലകൊണ്ട് ഈ കാര്യങ്ങളൊക്കെ വളരെ വ്യക്തമായി ഈ മൊഴിയായി പറയുക എന്നത് ഈ കേസിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ്. കാരണം നിയമപരമായി ഇവരാരും മുന്നോട്ട് പോയിട്ടില്ലാത്ത സ്ഥിതിക്ക് ഏറ്റവും നിർണായകമാണ് ഇക്കാര്യത്തിൽ. അത് രാഹുലിനെ സംബന്ധിച്ചാണെങ്കിലും പരാതിക്കാരെ സംബന്ധിച്ചാണെങ്കിലും, അല്ലേ? ഏറ്റവും അടുത്ത ദിവസം തന്നെ രാഹുലിനെ ചോദ്യം ചെയ്യാൻ വിളിപ്പിച്ചേക്കും ഈ വിഷയവുമായി ബന്ധപ്പെട്ട്. അതോടൊപ്പം തന്നെ നേരത്തെ പറഞ്ഞതുപോലെ ഈ വിഷയത്തിൽ മുഖം പ്രദർശിപ്പിക്കാതെ പുറത്തേക്ക് വന്ന ചില ഓഡിയോ സന്ദേശങ്ങളും മറ്റുമുണ്ട്. ആ ഓഡിയോ സന്ദേശങ്ങളിലാണ് ഏറ്റവും ഗുരുതരമായ ആരോപണമുള്ളത്. ഈ ഗർഭചിത്രത്തിന് രാഹുൽ നിർബന്ധിക്കുന്നതടക്കമുള്ള വിവരങ്ങൾ പുറത്തു വന്നത് ആ ഓഡിയോ സന്ദേശത്തിലാണ്. രാഹുലും ആയി മറ്റൊരു പെൺകുട്ടി നടത്തിയെന്ന് പറയുന്ന ഒരു ഓഡിയോ സംഭാഷണമുണ്ട്. അതിലാണ് ഈ കാര്യങ്ങൾ വ്യക്തമാകുന്നത്. അത് AI ഉപയോഗിച്ച് നിർമ്മിച്ചതാണ് എന്നുള്ള തരത്തിലായിരുന്നു ഏറ്റവും ആദ്യത്തെ ദിവസം രാഹുലിന്റെ ഒരു പ്രതികരണം ഉണ്ടായത്. പക്ഷെ പിന്നീട് ആ പ്രതികരണം ആവർത്തിച്ചില്ല എന്ന് മാത്രമല്ല, ആ വിഷയവുമായി ബന്ധപ്പെട്ട് മറ്റ് വിഷയങ്ങളിലൊക്കെ പ്രതികരിച്ചു പോയപ്പോൾ പോലും ആ ഗൗരവമുള്ള വിഷയത്തിൽ രാഹുലിന്റെ പ്രതികരണവും കണ്ടില്ല. ആ വിഷയത്തിൽ നിലവിലെന്തായാലും പരാതിക്കാരിയില്ല. പക്ഷെ പരാതിക്കാരിയെ കണ്ടെത്താനുള്ള ഒരു ശ്രമം പോലീസിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നുണ്ട് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാനാവുന്നത്. മറ്റ് കേസുകളിൽ, അതായത് ഹണിയുടെയും റിനിയുടെയും രണ്ടുപേരും മാധ്യമങ്ങളിലൂടെ വെളിപ്പെടുത്തൽ നടത്തിയ ആളുകളാണ്. രണ്ടുപേരും പക്ഷേ ഇത്തരത്തിലുള്ള ലൈംഗികാരോപണം ഉന്നയിച്ചിരുന്നില്ല. മെസ്സേജിലൂടെ ചാറ്റ് ചെയ്ത് ബുദ്ധിമുട്ടിച്ചു എന്നുള്ള കാര്യം അവർ കൃത്യമായി തന്നെ പറഞ്ഞു വെക്കുന്നുണ്ട്. ആ വിഷയവുമായി ബന്ധപ്പെട്ട് ഡിജിറ്റൽ എവിഡൻസ് അടക്കം ശേഖരിക്കും. അതോടൊപ്പം തന്നെ വേണ്ടി വന്നാൽ രാഹുലിന്റെ ഫോൺ പരിശോധിച്ച് കൂടുതൽ തെളിവുകൾ ശേഖരിക്കാനുള്ള ഒരു നീക്കവും പോലീസിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകും. രാഹുലിനെ ചോദ്യം ചെയ്യാൻ വിളിപ്പിക്കാനുള്ള തീരുമാനം എന്തായാലും എടുത്തിട്ടുണ്ട്. അങ്ങനെ ഈ ചോദ്യം ചെയ്യലിലും ഈ ഡിജിറ്റൽ എവിഡൻസ് ശേഖരിക്കുന്നതിലും കൂടുതൽ വിവരങ്ങൾ ലഭ്യമാകുകയാണ് എങ്കിൽ, ഗുരുതരമായ മറ്റെന്തെങ്കിലും വകുപ്പ് ചുമത്താനുള്ള വിവരങ്ങൾ കണ്ടെത്തുകയാണ് എങ്കിൽ അത് ചുമത്തി മുന്നോട്ട് പോകാം എന്നുള്ളത് തന്നെയാണ് ഇപ്പോൾ ക്രൈംബ്രാഞ്ച് തീരുമാനിച്ചിരിക്കുന്നത്. എന്തായാലും വിശദമായ പരിശോധന ഈ രാഹുലുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ നടക്കുന്നുണ്ട് എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. DGPക്ക് ലഭിച്ച ചില പരാതികളും മറ്റുമൊക്കെയുണ്ട്. അത് സംബന്ധിച്ച അന്വേഷണവും പോലീസിന്റെ ഭാഗത്തു നിന്നും ഇപ്പോൾ പുരോഗമിക്കുകയാണ്. മോദി. ശരി അമൽ. ക്രൈംബ്രാഞ്ച് വിശദമായി ഈ മൊഴികളൊക്കെ രേഖപ്പെടുത്തും, ഡിജിറ്റൽ തെളിവുകൾ ശേഖരിക്കും, വേണ്ട നിയമ നടപടികളുമായി മുന്നോട്ട് പോകുമെന്നാണ് നിലവിൽ നമുക്ക് അറിയാൻ കഴിയുന്നത്. അമൽ തേരമ്പറമ്പിലാണ് വിശദ വിവരങ്ങൾ പങ്കുവച്ചത്.